ഹലോ ഗൈസ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിന്ന യാത്രയാണ്. അപ്പം നമ്മൾ എവിടോട്ടാണ് പോകുന്നത്, ആരെ കാണാനാണ് പോകുന്നത് എന്നൊക്കെയുള്ള വഴിയെ നമ്മൾ ചെറിയൊരു യാത്രക്കുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 2-2:30 ആകുമ്പോൾ ഇറങ്ങണം. ഇപ്പം സമയം ഏകദേശം 2 മണി അടുപ്പിച്ചാവുന്നു. അപ്പോൾ കുട്ടീസ് എല്ലാം റെഡിയായി, ഇനി ഞങ്ങൾ രണ്ടുകൂടെ റെഡി ആകാനുണ്ട്. അപ്പം ശേഷം കാഴ്ചകളൊക്കെ നമുക്ക് പോകുന്ന വഴിയെ കാണാം. ഓക്കെ, അപ്പം നമ്മൾ യാത്ര തുടങ്ങി കുറച്ച് ദൂരം വന്നു. നമ്മൾ ചെറിയ ചായയൊക്കെ കുടിച്ച് മെല്ലെ ഇങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേരൊക്കെ നല്ല എൻജോയ് ചെയ്ത് ഹാപ്പിയാണ്, വൈബായിട്ട് എൻജോയ് ചെയ്ത് അവരും നമ്മളോടൊപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ചിന്തക്കാരുമേ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വഴിയോര കാഴ്ചകളാണ് ഗൈസ്, നമ്മൾ പോകുന്ന സ്ഥലത്തേക്കുള്ള കാഴ്ചകൾ. ഇനി നമ്മൾ കുറച്ച് ദൂരം കൂടിയുണ്ട് നമ്മൾ എത്താനായിട്ട്, ഏകദേശം ഒരു 3-3.5 മണിക്കൂറുണ്ട്. പിന്നെ നമ്മൾ അവിടെ എത്തുന്ന സമയം ട്രാഫിക് കാര്യങ്ങളൊക്കെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് സ്ലോ ആയിട്ടാണ് പോകുന്നത്. അപ്പം ഇങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ ഒരു ലോങ് ട്രിപ്പ് എന്ന് തന്നെ പറയാം. നമ്മൾ കുറേ നാൾ കൂടിയിട്ടുള്ള നമ്മുടെ ഒരു ലോങ് ട്രിപ്പാണിത്. എല്ലാവരുമായിട്ട്, കുട്ടികൾ, 2 അച്ഛന്മാരുണ്ട്. അപ്പം നമ്മുടെ കുറച്ച് നേരത്തെ യാത്ര, അതായത് ഒരു 3 മണിക്കൂർ കൊണ്ടുള്ള യാത്ര, നമ്മൾ ഡെസ്റ്റിനേഷൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. നമ്മുടെ ആ ഡെസ്റ്റിനേറ്റഡ് പ്ലേസിലേക്ക് എൻ്റർ ആവാൻ കുറച്ച് സമയം കൂടെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ അതിനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് എവിടെയാണ് ഞങ്ങൾ വന്നത്, ആരെ മീറ്റ് ചെയ്യാനാണ് വന്നതെന്നൊക്കെ നമുക്ക് അറിയാം. കൂടെ നിൽക്കുന്ന ആൾ എന്നേലും ഭയങ്കര എക്സൈറ്റഡ്. അപ്പോൾ ഏറെ കുറേയൊക്കെ വീഡിയോ കാണുന്ന നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവും എന്താണ് അച്ചുവിൻ്റെ എക്സൈറ്റ്മെൻറ്റിന് കാരണം, ക്വസ്റ്റ്യൻ. അപ്പം കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് മനസ്സിലാവും എന്താണ് അച്ചുവിൻ്റെ ബ്ലഷിങ്ങിനുള്ള കാരണമെന്ന്. അപ്പം ഞങ്ങളിങ്ങനെ വെയിറ്റിങ്ങിലാണ്. നോക്കാം. എക്സൈറ്റ്മെന്റ് കൂടി വരുമ്പോൾ ചെറിയ ചെറിയ ഗസ്റ്റുകൾ വരും. സോ ഗസ് ചെയ്തോളൂ. നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുമ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലാവും. നമുക്ക് നോക്കാം. ഗായ്സ്, അപ്പം നമ്മളിതാ ലൊക്കേഷനിലേക്ക് എൻ്റർ ആവുകയാണ്. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ്. അപ്പം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും ആരോ വരുന്നുണ്ട്. അപ്പം അയാളെ കാണാനുള്ള കാത്തിരിപ്പാണ് ഞങ്ങളുടേതെന്നുള്ളത്. അപ്പം ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യുമ്പോൾ ആരാണ് വരുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് കൂടുതലാണ്. ഗായ്സ്, അപ്പോൾ ആരാ വന്നിരിക്കുന്നത് മനസ്സിലായല്ലോ, ചേട്ടൻ വന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിലേക്ക് വന്നിരിക്കുകയാണ്. കഴിച്ചിട്ട് ഇറങ്ങി നിൽക്കുകയാണ്. കഴിച്ചു കഴിഞ്ഞു. അപ്പം നമ്മളിനി ഇവിടുന്ന് മെല്ലെ നമ്മുടെ യാത്ര തിരിച്ച് വീട്ടിലേക്കാണ്. അപ്പം 2 കുട്ടിപ്പട്ടാളങ്ങളുടെ ഓരോരോ കുരുത്തക്കേടായിട്ട് അവരവരുടേതായ എൻ്റർടൈൻമെൻറ്റിലാണ്. നല്ല നൈറ്റ് നമ്മൾ കയറിയ റെസ്റ്റോറൻറ്റ് നല്ല അടിപൊളി ആംബിയൻസും ആണ്. നമ്മൾ മാക്സിമം അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത ആൾക്കാരെ വെറുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തൊരു ട്രിപ്പ്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയുടെ നാദിന് നമ്മൾ കൈകാറിയിരിക്കുകയാണ്. എല്ലാവരും ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു. ഭയങ്കര വൈബാണ്. പിള്ളേർ ഇടയ്ക്ക് ഉറങ്ങി എഴുന്നേറ്റിരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ടൈം ഒരു 10:30 അടുപ്പിച്ചായി. നമ്മൾ എത്തുമ്പോൾ എന്തായാലും ഒരു 11:30 ആവും വീട്ടിലേക്ക് എത്തുമ്പോൾ. സോ ഗൈസ്, അപ്പോൾ ഇന്നലെ വളരെ വൈകിയാണ് ഞങ്ങളുടെ വീട്ടിലെത്തിയത്. അപ്പം ഇനി മുതലുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് എന്നെയും കാണാൻ പറ്റും.
നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതുപോലെ വെറൈറ്റി വീഡിയോ കാണുന്നവരെ ബൈ.